നമുക്ക് തന്നേക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നേക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഈ ഗ്രാഫാണ്. ഇത് നമ്മൾ 1 ആണോ എന്ന് എങ്ങനെ അറിയുന്നത്? 1 ഡെഫിനേഷൻ നമുക്കറിയാം, ഡിഫറെൻറ്റ് എക്സിന് ഡിഫറെൻറ്റ് വൈ ആണ്. നമുക്ക് ഈ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ലൈൻ വരച്ച് നോക്കിയാൽ മതി. ആ ഗ്രാഫ് ഒരു പോയിന്റിലേ തട്ടത്തുള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെ നേരെ വര വരച്ച് നോക്കിയാൽ മതി, അത് ഒരു പോയിന്റിലേ ഈ ഗ്രാഫ് തട്ടത്തുള്ളൂ. കണ്ടോ? അപ്പം ഡിഫറെൻറ്റ് എക്സിന് ഡിഫറെൻറ്റ് വൈ ആയതുകൊണ്ട് അത് 1 ആണ്. ഓൺ ടു ആണ് ഈ ഗ്രാഫ്. അത് നമ്മൾ ഈ ഗ്രാഫ് ഇങ്ങനെ ഇൻഫിനിറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയി വൈ ആക്സ് പോകുന്നതനുസരിച്ച് ഇത് മുകളിലോട്ടും പോകുന്നത്, ഇത് താഴോട്ടും പോകുന്നതാണ്. അതായത് ഇവിടെ ഉള്ള വൈക്ക് എല്ലാം ഉണ്ടാവും ഈ വൈ ആക്സിന് ഇതിനെല്ലാം ഉണ്ടാവും. വൈ ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഗ്രാഫ് ഉണ്ടോ നോക്കിയാൽ ഈ ഗ്രാഫ് വൈ ആക്സിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് നീളുന്നുണ്ടോ, വൈ ആക്സിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് നീളുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഇതെല്ലാം ഒന്നും പറഞ്ഞിട്ടില്ലേ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറേക്കാം. അപ്പം റിയൽ നമ്പർ എന്ന് വെച്ചാൽ ഇത് മൊത്തം ഉണ്ട്, വൈ ആക്സ് മൊത്തം ഉണ്ട്. അതുകൊണ്ട് ഗ്രാഫ് വൈ ആക്സിന് മുകൾ ഭാഗം വരെയും ഗ്രാഫ് വൈ ആക്സിന് താഴെ വരെയും ഉണ്ടോ നോക്കിയാൽ ഓൺ ടു ആണ്. അപ്പം ഈ ഗ്രാഫ് നോക്കിയാൽ ഓൺ ടു അല്ല. അതായത് വൈ ആക്സിന്റെ ഇപ്പുറത്തോട്ടില്ലല്ലോ, വൈ ആക്സിന് താഴോട്ട് ഗ്രാഫ് ഇല്ല, അതുകൊണ്ട് ഓൺ ടു അല്ല. ഈ ഗ്രാഫും ഓൺ ടു അല്ല, ഇവിടം വരെ ഉള്ളൂ. അത് ഇവിടം വരെ ഉള്ളൂ. കണ്ടോ? ഈ ഗ്രാഫ് ഇവിടം വരെ പോലെ സൈൻ എക്സിന്റെ ഗ്രാഫ് കണക്ക് ഇവിടം വരെ ഉള്ളൂ. അത് ഓൺ ടു അല്ല. ഈ ഗ്രാഫ് ഓൺ ടു ആണ്. ഇങ്ങനെ നീണ്ടുകൊണ്ടേ ഇരിക്കുക. വൈ ആക്സിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ട് നെഗറ്റീവ്. അപ്പൊ ഇത് ഓൺ ടു ആണ്. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ഓൺ ടു അല്ലാത്ത ഈ ഗ്രാഫിലേ ഉള്ളൂ. ഇനി 1 നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റ് ഒറ്റ പോയിന്റിലെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 ആണ്. ഇത് 1 ആണ്. പക്ഷെ ഇവിടെ നോക്കിയേ 1 അല്ല. ഇത് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തോ അല്ല, 1 അല്ല. ഇത് നോക്കിയേ, ഇത് 1 അല്ല. കണ്ടോ? ഒന്നിൽ കൂടുതൽ പോയിന്റ് ടച്ച് ചെയ്യുന്നു അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് 1 അല്ല. അപ്പൊ ഇതിനകത്ത് 1 ഈ ഗ്രാഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞത് 1 അല്ലാതായിരിക്കണം, ഓൺ ടു ആയിരിക്കണം. അപ്പൊ അത് രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇതാണ് ആൻസർ. 1 അല്ല ഈ ഗ്രാഫ്, ഡിഫറെന്റ് എക്സിന് സെയിം വൈ ഉണ്ട്. ഇവിടെ ഇത് -1 ഇത് 1 ആണെങ്കിൽ +1 ആണെങ്കിൽ ഇതിന് രണ്ടിനും സെയിം വൈ ഇരിപ്പുണ്ട്. കണ്ട? ഇവിടുത്തെ വൈ ഇതാ. ഈ 1ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ഇവിടെ ഗ്രാഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പോയിന്റ് ഇതല്ലേ, ഇതിന്റെ വൈ പോയിന്റ് ഇതാ, ഇവിടുത്തെ പോയിന്റ് ഇത്. അപ്പൊ സെയിം ഡിഫറെന്റ് എക്സിന് സെയിം വൈ ഉള്ളതുകൊണ്ട് അത് 1 അല്ല, പക്ഷെ ഓൺ ടു ആണ്. ഇതാണ് ഫസ്റ്റിന്റെ ആൻസർ. അപ്പൊ ഇതാണ്. ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തുവാ? റൈറ്റ് എ ഫംഗ്ഷൻ ഓൺ ആർ വിച്ച് ഈസ് ഓൺ ടു ബട്ട് നോട്ട് 1. ഓൺ ടു ആവണം, പക്ഷെ 1 ആവരുത്. അപ്പൊ ഓൺ ടു ആവണം 1 ആവരുത്. നമുക്കറിയാം എന്താ? എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയർ. എഫ് ഫ്രം ആർ ടു ആർ സാധാരണ നമ്മൾ വരയ്ക്കുന്നത്. റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയർ. ഉണ്ടോ? ഇത് എന്തുവാണ്? 1 അല്ല. ഉണ്ടോ? ഇങ്ങനെ വരയ്ക്കുമ്പോൾ 2 പോയിന്റ് ടച്ച് ചെയ്യും. ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചാൽ ഈ പോയിന്റ് ടച്ച് ചെയ്ത് ഇവിടെയും ടച്ച് ചെയ്യും. ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അപ്പൊ 1 അല്ല. ഇത് നോട്ട് 1. നമുക്കറിയാം ഈ പോർഷൻ ഇല്ലാത്തത് കൊണ്ട്, ഈ പോർഷനിൽ ഗ്രാഫ് വന്നിട്ടില്ല. ഈ ഗ്രാഫിന്റെ പോർഷൻ വൈ ആക്സ് നെഗറ്റീവ് സൈഡ് ഇല്ലാത്തതുകൊണ്ട് നോട്ട് ഓൺ ടു. അപ്പൊ നമ്മൾ ഇതിനെ ഓൺ ടു ആക്കണം. ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പോരെ. R to 0 ഇൻഫിനിറ്റി. നോക്കിയേ, ഒത്തിരി എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാം, ഞാൻ ഒരെണ്ണം കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഗ്രാഫ് തന്നെ കണ്ട R to 0 ഇൻഫിനിറ്റി തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. കോഡമൈൻ 0 to ഇൻഫിനിറ്റി. ഈ പോർഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. എനിക്കില്ല. R to R അല്ല. റിയൽ നമ്പറിൽ നോക്കാൻ ഞാൻ ഇതും ഇവിടുത്തെ വൈയും കൺസിഡർ ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവിടുത്തെ വൈ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. സെക്കൻഡ് കോഡമൈൻ 0 to ഇൻഫിനിറ്റി. അതായത് എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയർ. ഇതെന്തോ ആണ്? 1 ആണ്, ഓൺ ടു ആണ്. കാര്യം നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ഇതിനകത്ത് വരുന്നില്ല. ഈ പോർഷൻ ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല വൈ. അതുകൊണ്ട് ഇപ്പുറത്തോട്ട് മാത്രം നോക്കിയാൽ മതി എന്ന് അതിൻ്റെ അർത്ഥം. വൈയുടെ ഈ പോർഷൻ മാത്രം മതി. അപ്പോൾ 0 ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് ഓൺ ടു ആണ്. ഇവിടെ ഉള്ള എല്ലാവർക്കും ഇവിടെ പ്രീമേജ് ഉണ്ട്. 0 ഇൻഫിനിറ്റിയിലുള്ള എല്ലാ വൈക്കും ഇവിടെ പ്രീമേജ് ഉണ്ട്. Therefore it is on to. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾസ് അത് എഴുതാം. ഇത് ഓൺ ടു അല്ലാത്തതാണ് കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷൻ തന്നിട്ട് എ നിന്ന് ബിയിലേക്കാണ് ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടല്ലോ, എ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ അവിടെ പറഞ്ഞേക്കുന്നത് എഫ് ഓഫ് 1 ഇസിക്കൽ ടു 1. അപ്പോൾ എ നിന്ന് ബിയിലേക്കാണ്. നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ വേണമെങ്കിൽ ആരോ ഡയഗ്രാം വെച്ച് കണ്ടോ, ആരോ ഡയഗ്രാം എയും ബിയും വരച്ചിട്ട് എ 1 2 3 4 5, ബി 1 4 9 16 25. എന്നിട്ട് എഫ് ഓഫ് 1 ഇസിക്കൽ ടു 1 എന്ന് വെച്ചാൽ 1ന്റെ ഇമേജ് 1 എന്നാണ്. എഫ് ഓഫ് 2 ഇസിക്കൽ ടു 4, 2 ഇമേജ് 4 ആണ്. എഫ് ഓഫ് 3 ഇസിക്കൽ ടു 9, എഫ് ഓഫ് 4 ഇസിക്കൽ ടു 16, എഫ് ഓഫ് 5 ഇസിക്കൽ ടു 25. നിങ്ങൾ നോക്കിയേ, ഡിഫറെന്റ് എക്സിന് ഡിഫറെന്റ് വൈ തന്നെയല്ലേ. അപ്പോൾ ഇതൊന്ന് 1 ആണ്. ദിസ് ഇസ് 1. ഡിഫറെന്റ് എലമെന്റ്സ് ആർ ഡിഫറെന്റ് ഇമേജസ്. 1 അല്ലായിരുന്നു ഇങ്ങനെ വന്നേനെ. ഡിഫറെന്റ് എലമെന്റ്സിന് സെയിം ഇമേജ് വരുമ്പോഴാണ് 1 അല്ലാതെ വരുന്നത്. അപ്പൊ ഇത് 1 ആണ്. അത് കണക്ക് ഇത് ഓൺ ടു ആണ്. ഇവിടെ ആരും പ്രീ ഇമേജ് ഇല്ലാതിരിക്കുന്ന ഫോർ എവരി
എലമെന്റ് ഇൻ ദ കോഡൊമൈൻ ബി ദർ എക്സിസ്റ്റ് പ്രീ ഇമേജ് ഇൻ ദ ഡൊമൈൻ. അതായത് ബിയിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ട്. ദെയർഫോർ ഓൺ ടു 1 1 ആണ്, ഓൺ ടു ആണ്. ഓൺ ടു അല്ലാതിരിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഇപ്പൊ വരച്ച് കാണിച്ചു തരാം. നോക്കിയേ, ഇവിടെ 5ന് പ്രീ ഇമേജ് ഇല്ലാതാണ് ഞാൻ എടുത്തത്. 5 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ പ്രീ ഇമേജ് ഇല്ല. അപ്പൊ ഇത് ഓൺ ടു അല്ല. ഓൺ ടു ആണെങ്കിൽ ഇവിടെ ഒരെണ്ണമെങ്കിലും പ്രീ ഇമേജ് ഇല്ലാതിരിക്കണം, പക്ഷെ ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഉള്ള എല്ലാവർക്കും പ്രീ ഇമേജസ്, തിരിച്ച് ഇമേജ് ഉണ്ട്. ദെയർഫോർ ഇറ്റ് ഈസ് ഓൺ ടു. ഇതാണ് തേർഡിന്റെ ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തുവാ? സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ബൈ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ എ പ്ലസ് ബി പ്ലസ് എ സ്ക്വയർ. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് എ സ്ക്വയർ ബി. ഇതാണ് നമ്മുടെ അടുക്ക 2 സ്റ്റാർ 6 കാണാനാ പറഞ്ഞേക്കുന്നത്. 2 സ്റ്റാർ 6 ഇപ്പൊ എ സ്റ്റാർ ബി ഓപ്പറേഷൻ ശ്രദ്ധിക്കണം. ഉണ്ടോ, സ്റ്റാർ മാറണമെങ്കിൽ എന്തോ ചെയ്യണം? ഈ രണ്ട് ഫസ്റ്റ് ഇത് സെക്കൻഡുമായിട്ട് കൂട്ടിയത് ഒന്നാമത്തേതാണ്, ഇത് രണ്ടാമത്തെയാണ്. ഒന്നിന് രണ്ടുകൂടെ കൂട്ടി എഴുതണം. പ്ലസ് ഇട്ടിട്ട് 1ന്റെ സ്ക്വയർ അതിന്റെ രണ്ടാമത്തെ എലമെന്റ്. അപ്പൊ 2 സ്റ്റാർ 6 അതേ കണക്കൊന്ന് പറഞ്ഞേ, 1ന് രണ്ടുകൂടെ കൂട്ടണം. 2 പ്ലസ് 6 പ്ലസ് ഇട്ടിട്ട് ഉണ്ടോ, ഇത് എ സ്ക്വയർ അല്ലേ, ഫസ്റ്റിന്റെ സ്ക്വയർ അല്ലേ, അപ്പൊ 2ന്റെ സ്ക്വയർ ഇൻറ്റു 6, ഈ രണ്ടാമതിരിക്കുന്ന 6 ബി അല്ലേ, എ സ്ക്വയർ ഇൻറ്റു ബി. അപ്പം 2a പ്ലസ് ബി പ്ലസ് എ സ്ക്വയർ ബി. അതായത് ആദ്യം ഇരിക്കുന്നത് പ്ലസ് രണ്ടാമതിരിക്കുന്നത് പ്ലസ് ഇട്ടിട്ട് ഒന്നാമതിരിക്കുന്നതിന്റെ സ്ക്വയർ ഇൻറ്റു 2. അപ്പൊ 2 സ്റ്റാർ 6 എങ്ങനെ 2 പ്ലസ് 6 പ്ലസ് ആദ്യം ഇരിക്കുന്ന 2 അല്ലേ, 2ന്റെ സ്ക്വയർ ഇൻറ്റു 6. അപ്പൊ ഈ ആൻസർ എത്രയാണെന്ന് നോക്കുക. ഉണ്ടോ, എത്ര അതിന്റെ ഫൈനൽ ആൻസർ വരുന്ന 8 പ്ലസ് 24 32 എന്ന് വരും. ഇനി അതേ കണക്ക് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 6 സ്റ്റാർ 2 കാണണം. 6 സ്റ്റാർ 2. അപ്പൊ ഇതേ കണക്കെന്ന് പറഞ്ഞേ, 6 ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് പ്ലസ് ഫസ്റ്റിന്റെ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ്. എന്നാ. അപ്പൊ അതിന്റെ ആൻസർ എത്ര വരും? 6ഉം 2ഉം കൂടെ 8 വരും, പ്ലസ് 72 വരും, അങ്ങനെ 80 വരും. ആണോ, 2 സ്റ്റാർ 6 സ്റ്റാർ 2 ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഇതിനകത്ത് ചോദിച്ചേക്കുന്ന സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്കറിയാം. കമ്മ്യൂട്ടേറ്റീവിന്റെ അഡീഷന്റെ കമ്മ്യൂട്ടേറ്റീവ് 2 + 3 3 + 2 ഒന്നല്ലേ, ഇത് അഡീഷന്റെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ കമ്മ്യൂട്ടേറ്റീവ് 2 × 3 3 × 2. അതെനിക്ക് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ? അല്ല. അപ്പൊ അല്ലെന്ന് പറയണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിക്കും. ഇതിപ്പോ ഈ എക്സാമ്പിൾ നമുക്ക് കാണിക്കാം. കണ്ട, എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിലാണ് കമ്മ്യൂട്ടേറ്റീവ്. ആണെങ്കിൽ ഇങ്ങനെ തന്നെ കാണിക്കണം, എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ബി സ്റ്റാർ. അല്ലെങ്കിൽ ഒരു ഈ എക്സാമ്പിൾ മതി. 2 സ്റ്റാർ 6ഉം നോട്ട് ഇസ് ഈക്വൽ ടു 6 സ്റ്റാർ 2. therefore it is not കമ്മ്യൂട്ടേറ്റീവ്. ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്ത. അപ്പൊ അല്ലെങ്കിൽ എപ്പോഴും എക്സാമ്പിൾ മതി. ആണെങ്കിൽ ജനറൽ ആയിട്ട് തന്നെ കാണിക്കണം, എയും ബി ഉപയോഗിച്ച് തന്നെ കാണിക്കണം. മനസ്സിലായി? അപ്പൊ ഇത് കമ്മ്യൂട്ടേറ്റീവ്. ഇനി അസോസിയേറ്റീവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അസോസിയേറ്റീവ് ആണെങ്കിൽ നമ്മൾ പിന്നെ അല്ലാതെ തന്നെ കാണിക്കണം. അല്ലെങ്കിൽ എക്സാമ്പിൾ എടുത്ത് കാണിച്ചാലും മതി. അപ്പോൾ എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ 2 സ്റ്റാർ 3 സ്റ്റാർ 4 നമുക്ക് എടുക്കാം. 2 സ്റ്റാർ 3 സ്റ്റാർ 4. ബ്രാക്കറ്റ് നമുക്കറിയാലോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഏതാ? എ ബി സി 3 നിരത്തി എഴുതിയാൽ മതി. അപ്പുറവും 3 നിരത്തി എഴുതുക. എ ബി സി നിരത്തി എഴുതുക. 2 അടുത്തിരിക്കുന്നതിന് അസോസിയേറ്റീവ് കണ്ട. ഇതാണ് അസോസിയേറ്റീവ് ആണെങ്കിൽ ഈ ലോ ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. 2 അസോസിയേറ്റീവ് 2 എ ബി സി അടുത്തെഴുതുക, സ്റ്റാർ ഇടയ്ക്കിടുക. കണ്ടോ, ഇവിടെ എയും ബി അസോസിയേറ്റ്, ബിയും സി അസോസിയേറ്റ്. ഇത് 2 തുല്യമാണെങ്കിലാണ് അസോസിയേറ്റ്. അപ്പൊ ഇതെങ്ങനെ 2 സ്റ്റാർ 3 സ്റ്റാർ 3 കാണുന്ന ആദ്യം ബ്രാക്കറ്റിലുള്ള ചെയ്യുക. ഈ ഡെഫിനിഷൻ ആണ് നമ്മുടെ ഡെഫിനിഷൻ. ഇത് തന്നെ കണ്ടോ, എ പ്ലസ് ബി ആദ്യം 1 2 കൂട്ടുക, പ്ലസ് 1ന്റെ സ്ക്വയർ. അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ കൂട്ടുക. സ്റ്റാറിനകത്തിരിക്കും ഇപ്പുറം ഇരിക്കുന്ന 1 ഇപ്പുറത്തിരിക്കുന്ന രണ്ടാമത്തെ വെച്ചു 2 കൂട്ടുക. 2 + 3 പ്ലസ് ഇതിന്റെ സ്ക്വയർ, ഒന്നാമതിരിക്കുന്നതിന്റെ സ്ക്വയർ ഇൻറ്റു രണ്ടാമതിരിക്കുന്ന 3. അപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി ആ ബ്രാക്കറ്റിന് ഇത് സാധാരണ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെയാണ്. അതങ്ങോട്ട് എവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 2 + 3 5 എന്ന് കിട്ടും. 5 + 12 17 എന്ന് കിട്ടും. അതായത് ഇത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ 17 സ്റ്റാർ 4 ആക്കി. 17 സ്റ്റാർ. ഇനി 17 സ്റ്റാർ 4 2 എലമെന്റ് ഉള്ളത് ഓപ്പറേറ്റ് ചെയ്യുന്ന സാധാരണ ഈ ഓപ്പറേഷൻ വെച്ച്. അതായത് എന്തുവാ 17 സ്റ്റാർ 4 എന്താണെന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി കണക്ക്. എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ എ പ്ലസ് ബി പ്ലസ് എ. ഫസ്റ്റ് ഇത് സെക്കൻഡ് സ്റ്റാറിന് ഇപ്പുറം ഇരിക്കുന്ന ഫസ്റ്റ് ഇത് സെക്കൻഡ് വന്ന് വിചാരിച്ച് ഒന്നാമത്തത് പ്ലസ് രണ്ടാമത്തത് പ്ലസ് ഒന്നാമത്തെ സ്ക്വയർ ഇൻറ്റു 2. ഇത് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെയാണ്. നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അതിന്റെ ആൻസർ 1177. ഇനി അടുത്ത സൈഡ് നോക്കാം നമുക്ക്. 2 സ്റ്റാർ 3 സ്റ്റാർ 4. ഇവിടെ ഇത് അസോസിയേറ്റ്. അപ്പൊ ആദ്യം ചെയ്യേണ്ട ഇതാ, 2 സ്റ്റാർ വെറുതെ ഇട്ട് വെക്കുക, അതിന് ബ്രാക്കറ്റ് ഉള്ള ചെയ്യുക. ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? എ സ്റ്റാർ ബി ഡെഫിനേഷൻ. ഇത് 1 ഇത് 2 എന്ന് വിചാരിച്ചു. ഒന്നാമത്തെ ഇത് രണ്ടാമത്തെ. സ്റ്റാറിന് ഇപ്പുറം ഇരിക്കുന്ന 1, സ്റ്റാറിന് അപ്പുറം ഇരിക്കുന്ന 2. ഇതിന്റെ ഫസ്റ്റിന്റെ ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതിന്റെ സ്ക്വയർ
ആദ്യം ഇരിക്കുന്നതിൻ്റെ സ്ക്വയർ ഇൻറ്റു രണ്ടാമത്. ഇത് സാധാരണ അഡീഷൻ കണക്ക്. ആ നമ്പർ എത്രയാണെന്ന് എവാലുവേറ്റ് ചെയ്യുക. എവാലുവേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ആൻസർ 43 എന്നാണ്. 43. ഇനി 2 സ്റ്റാർ 43 കണ്ടാൽ ഇത് ഫസ്റ്റ് സ്റ്റാറിന് ഇപ്പുറം ഇരിക്കുന്ന ഒന്നാമത്തേത് രണ്ടാമത്തേന്ന് വിചാരിച്ച് എങ്ങനെ ഡെഫിനേഷൻ? ഒന്നാമത്തത് ഇത് രണ്ടാമത്തെ ഒന്നാമത്തെ പ്ലസ് രണ്ടാമത്തെ പ്ലസ് ഒന്നിൻ്റെ സ്ക്വയർ ഇൻറ്റു രണ്ടാമത്തത്. ഒന്നാമത്തത് പ്ലസ് രണ്ടാമത്തത് പ്ലസ് ഒന്നാമത്തേൻ്റെ സ്ക്വയർ ഇൻറ്റു രണ്ടാം. ഇതിപ്പം സ്റ്റാറൊക്കെ മാറി മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ആയില്ലേ? അതിൻ്റെ ആൻസർ 217. ഇത് രണ്ട് തുല്യമാണോ? അല്ല. ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി, ആണെങ്കിൽ നമ്മൾ അല്ലാതെ തന്നെ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇനി അടുത്തത് ഇതിനകത്ത് തന്നെ ഐഡന്റിറ്റി ഉണ്ടോ? ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ? ഐഡന്റിറ്റിയുടെ പ്രോപ്പർട്ടി നമുക്കറിയാമല്ലോ. ഐഡന്റിറ്റി ഇതൊക്കെ ഞാൻ അതിനകത്ത് വീഡിയോസ് ഇട്ട് തന്നെയാണ്. അതുകൊണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ നോക്കണം. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് ഐഡന്റിറ്റി എന്തുകൊണ്ട്. ഐഡന്റിറ്റി എന്ന് വെച്ചാൽ സാധാരണ ഐഡന്റിറ്റി നമുക്ക് കാണുന്നതാണ്. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി എന്തുകൊണ്ടാണ്? 3 × 1 = 3 തന്നെ, അല്ലെങ്കിൽ 1 × 3 3 തന്നെ, അല്ലെങ്കിൽ 5 × 1 5 തന്നെ, = 1 × 5 ഇങ്ങനെ. അപ്പോൾ ഐഡന്റിറ്റി ഇ ആണെങ്കിൽ ഏത് എലമെന്റിന് ഈ ഐഡന്റിറ്റി വെച്ച് ഓപ്പറേഷനായി സ്റ്റാർ എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്താലും അത് തന്നെ കിട്ടുന്നുണ്ടാവും. ഈ സ്റ്റാർ ഐഡന്റിറ്റിയുടെ സ്ഥാനത്ത് 1 ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളങ്ങ് നോക്കിയാൽ അറിയാം. എ സ്റ്റാർ എ × 1 ആണോ? എ അല്ലേ കിട്ടുന്നത്? 1 × A അല്ലേ? ഇപ്പം ഇത് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഐഡന്റിറ്റി ഉള്ളത്. അപ്പോൾ എ സ്റ്റാർ ഈ സ്റ്റാറേയും തുല്യ ആൻസർ കിട്ടണം. അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ എ സ്റ്റാർ ബി = A + B + A² എന്നല്ലേ? ഇതാണ് ഓപ്പറേഷൻ. ഇത് വെച്ച് നമ്മൾ ഈ ഐഡന്റിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ആ ഐഡന്റിറ്റി രണ്ട് രീതി, എ സ്റ്റാർ A എടുത്താൽ E സ്റ്റാർ A എടുത്താൽ ഒരേ ആൻസർ കിട്ടിയാലാണ് ഐഡന്റിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എ സ്റ്റാറിലെ TB ഐഡന്റിറ്റി, ഈ ആണ് ഐഡന്റിറ്റി എന്നിരിക്കട്ടെ. ഇനി ഈ കണ്ടുപിടിക്കുകയല്ലേ ജോലി. എ സ്റ്റാർ = A എന്നെടുത്തു. എ സ്റ്റാർ ഈ ഡെഫിനേഷൻ വെച്ച് പറഞ്ഞേ, ഇത് ഒന്നാമതിരിക്കുന്നത്, ഇത് രണ്ടാം സ്റ്റാറിന് അപ്പുറം ഇരിക്കുന്ന 1 ഇത് 2 എന്ന് വിചാരിച്ച് ഡെഫിനേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്തേ. അപ്പോൾ A + E + A² E ഇനി നമ്മുടെ സാധാരണ ആൾജിബ്ര അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഈയുടെ വില കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അവരുടെ ഐഡന്റിറ്റി അല്ലേ കാണേണ്ടത്. ഈ കണ്ടുപിടിക്കാൻ ഈ ഒറ്റയ്ക്കാക്കണം. അതിന് ഈ എ അപ്പുറത്ത് കൊണ്ടുപോകും. E + A² = A - A. ദാറ്റ് ഈസ് 0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് E + A² = 0. E ഇൻറ്റു ഈ കോമൺ എടുക്കാമല്ലോ, 1 + A² = 0. അപ്പോൾ ഈയുടെ വില 0 അല്ലേ? ഇതെന്തായാലും 0 അല്ലല്ലോ. 1 + A² ഒരിക്കലും 0 ആണ്. അപ്പോൾ E = 0. ഓക്കെ, E = 0. ഇതിന് E 0 കിട്ടി. ഇനി അടുത്ത സൈഡ് എടുക്കണം. അതായത് ഇതിപ്പം നമ്മൾ ഈ സൈഡ് എ സ്റ്റാർ E A എടുത്തേക്കുന്നത്. അപ്പോൾ ഐഡന്റിറ്റി ഉണ്ടാവണമെങ്കിൽ എന്തുവാണ്? ഐഡന്റിറ്റി ഡെഫിനിഷൻ യഥാർത്ഥത്തിൽ ഇതാ, എ സ്റ്റാർ E = E സ്റ്റാർ A ആവണം. കണ്ടോ? അപ്പോൾ ഈ സൈഡ് ഞാൻ എടുത്ത് ഇനി അടുത്ത E സ്റ്റാർ A = A എന്ന് എടുക്കണം. E സ്റ്റാർ A = A. അങ്ങനെ വെച്ചു ഐഡന്റിറ്റി E കണ്ടുപിടിക്കണം. രണ്ടും ഒരേ ആൻസർ കിട്ടിയാലാണ് ഐഡന്റിറ്റി ഉള്ളത്. ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാ? ഫസ്റ്റ് സെക്കൻഡും ആണ്. ഫസ്റ്റ് + സെക്കൻഡ് + ഫസ്റ്റിന്റെ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് അല്ലേ? E കണ്ടുപിടിക്കണം. അത് നമുക്ക് A അപ്പുറം കൊണ്ടുപോകും. ആദ്യം A - A 0 ആയി. 0 ആയി. അടുത്തത് ഈയുടെ വില ഈ കോമൺ എടുക്കും. അപ്പോൾ 1 + EA = 0. അപ്പോൾ ഇവിടെ ഒന്നുകിൽ E 0, 1 + EA = 0. അപ്പോൾ ഈയുടെ വില എന്ത് കിട്ടുന്നത്? EA = -1, E = -1. അപ്പോൾ ഡിഫറെൻറ്റ് E ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല.